കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഐസിയുവിൽ രോഗിയായ യുവതിയെ ജീവനക്കാരൻ പീഡിപ്പിച്ച കേസ് വലിയ വിവാദമായിരുന്നു. ആ കേസിൽ നീതി തേടി അതിജീവിത 2 വർഷത്തോളമായി അവരുടെ യാത്ര തുടരുകയാണ്. ആ കേസിൽ വളരെ പ്രസക്തമായ ചില റിപ്പോർട്ടുകൾ ഇപ്പോൾ വരികയാണ്. അതിജീവിതയെ അന്ന് വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയതിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർക്ക് വീഴ്ച പറ്റിയെന്നാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. ഇത്രയേറെ ഗൗരവമുള്ളൊരു കേസായിട്ടും പരിചയസമ്പന്നയല്ലാത്ത ഡോക്ടറെ കൊണ്ടാണ് വൈദ്യപരിശോധന നടത്തിയതെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. കേസിൽ താൻ ഉന്നയിച്ച കാര്യങ്ങൾ ഈ റിപ്പോർട്ടിലൂടെ ശരിവെക്കപ്പെട്ടിരിക്കുകയാണെന്ന് അതിജീവിത ന്യൂസ് 18നോട് പറഞ്ഞു. അതിജീവിത MS അനീഷ് കുമാറുമായി സംസാരിക്കുന്നു. ഏറെ വിവാദമായി മാറിയ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡന കേസിൽ നേരത്തെ പോലീസ് നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തിയ കണ്ടെത്തലുകളും ഇപ്പോൾ അതിജീവിതയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഉദ്യോഗസ്ഥർ നടത്തിയ കണ്ടെത്തലുകളും ഏതാണ്ട് ഒരേ രീതിയിലേക്ക് തന്നെ വന്നിരിക്കുന്നു. അതിജീവിത ഉന്നയിച്ച പരാതികൾ ഏതാണ്ട് യഥാർത്ഥമെന്നുള്ള ഒരു തെളിവിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു. പക്ഷേ അപ്പോഴും കൃത്യമായ ഒരു നടപടിയിലേക്ക് സർക്കാർ തലത്തിൽ നീങ്ങുന്നുമില്ല. എന്തായാലും പുതിയ മനുഷ്യാവകാശ കമ്മീഷന്റെ കണ്ടെത്തലുകളുടെ പശ്ചാത്തലത്തിൽ നമുക്കൊപ്പം അതിജീവിതയുണ്ട്. ഇപ്പോൾ എന്താണ് പുതിയ കണ്ടെത്തൽ? ഞാൻ കൊടുത്ത പരാതി നീതിയുള്ളതാണെന്നും അതിൽ അവർ കണ്ടെത്തിയത് എനിക്ക് അനുകൂലമായിട്ടുള്ള ഒരു മറുപടിയാണ്. അവരുടെ ഭാഗത്ത് നിന്ന് ഡോക്ടർ പ്രീതിയുടെ ഭാഗത്തിന് വീഴ്ച ഉണ്ടെന്നും അതുപോലെ ഇങ്ങനെ ഒരു കേസ് അവര് അത്രയും നിസ്സാരമാക്കി കളഞ്ഞു. ഇത്ര ഒരു കേസ് ഇതുവരെ നടന്നിട്ടില്ലല്ലോ. ഒരു ICU പീഡനം എന്ന് പറഞ്ഞാല് അങ്ങനെ നടക്കാൻ പാടില്ലാത്തതാണ്. ആ ഒരു പീഡനം നടന്നിട്ട് അപ്പൊ അത് അവരത്ര കാര്യത്തിലെടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഒരു വലിയ ഡോക്ടർ വരേണ്ട സ്ഥാനത്ത് ഒരു അസിസ്റ്റന്റിനെ പറഞ്ഞയക്കുകയും അവിടെയുള്ള സ്റ്റുഡന്റ് പറഞ്ഞയക്കുകയും അതിൽ അവർക്ക് ഇത്തരം കാര്യങ്ങളിൽ വീഴ്ച പറ്റുകയും ചെയ്തത്. പക്ഷെ അതിലൊന്നും ഇവരൊരു നടപടി എടുക്കുന്നത്, അതിനൊക്കെ ഒരുപാട് ഞാൻ പരാതി കൊടുത്തിട്ടുള്ളതാണ്. പക്ഷെ അതിലൊന്നും ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല. അപ്പം സർക്കാർ അതിജീവിതകളോട് കാണിക്കുന്നത് വളരെ ഒരു നീതികേടായിട്ടാണ് കാണുന്നത്. എന്തൊക്കെയായിരുന്നു ഈ ഡോക്ടർക്കെതിരെ പ്രതിക്കെതിരെ പറഞ്ഞ പരാതികൾ? ഡോക്ടർ എന്റെ ശരീരത്തില് ബ്ലഡിന്റെ അംശങ്ങൾ ഉണ്ടായിട്ടും മുറിവുകൾ ഉണ്ടായിട്ടും അതൊന്നും കണ്ടിട്ടില്ല. അവര് പറഞ്ഞത് ഇങ്ങനൊരു പീഡനം നടന്നതായിട്ട് ഇല്ല എന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പം അത് നമുക്ക് ഈ കേസിനെ ബാധിക്കുകയും പക്ഷേ അവര് കണ്ട റിപ്പോർട്ട് അതിന്റെ കൂടെ നിന്ന് ആ ഡോക്ടർ കൂടെ നിന്ന് സിസ്റ്റർ പോലും കണ്ടിട്ടുണ്ട് ഇങ്ങനെ ബ്ലഡും കാര്യങ്ങൾ മുറിവുകളൊക്കെ ഉണ്ടെന്ന്. എന്നിട്ട് പോലും അതൊന്നും കണ്ടില്ല. ഞാൻ അത്തരം പീഡനം നടന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അവരോട്, അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്നാ പറയുന്നത്. അപ്പൊ അവരപ്പം തന്നെ അതിന്റെ സാമ്പിൾ എടുക്കുകയൊക്കെ ചെയ്യേണ്ടത്. ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് അവര് പരിശോധനയ്ക്ക് വന്നത് തന്നെ. അപ്പം അതൊക്കെ അവര് എല്ലാവരും കൂടി ഒത്തുകൂടി കേസ് ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമമായിട്ടാണ് ഞാൻ കാണുന്നത്. വനിതകളുടെ വാർഡിൽ പുരുഷന്മാർ ജോലി നോക്കുന്ന അടക്കമുള്ള വലിയ പിഴവുകളുണ്ട് അല്ലെ ഈ കേസിൽ? അത്തരം ഒരു സാഹചര്യം കൊണ്ടല്ലേ ഇത്തരം ഒരു അവസ്ഥയിലേക്ക് നയിക്കും? തീർച്ചയായിട്ടും സ്ത്രീകളുടെ വാർഡിലെ പുരുഷന്മാരെ അറ്റൻഡർമാരെ നിയമിക്കുമ്പോൾ അതിന്റെ കൂടെ ഒരു ലേഡി സ്റ്റാഫിനെ നിയമിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഞാൻ ഇപ്പം കഴിഞ്ഞ വർഷം മെഡിക്കൽ കോളേജ് ലാബ് റൂമിൽ ഞാൻ എന്റെ സിസ്റ്റർ ലോന്റെ ഡെലിവറിക്കായിട്ട് പോയ സമയത്തും അവിടെയുള്ള സെക്യൂരിറ്റി സ്റ്റാഫുകൾ തന്നെ ആണുങ്ങളാണ്. അവര് ഈ ലാബ് റൂമിൽ പല രീതിയിലും നമ്മളൊക്കെ ഡെലിവറി കഴിഞ്ഞ ആളുകളല്ല, പല രീതിയിൽ ഉള്ള സ്ത്രീകളായിരിക്കും. പെയിനുള്ള സമയത്ത് അവരുടെ ശരീരം തന്നെ അവർക്ക് മറന്നുപോകും. ആ അവസ്ഥയിലൊക്കെ ഈ പുരുഷന്മാരായിട്ടുള്ള ആളുകള് ഡോക്ടേഴ്സ് പോട്ടെ അവർ പരിശോധിക്കാനുള്ള ഇവരൊക്കെ ഇങ്ങനെ നടക്കുന്നത് വളരെ നീചമായ ഒരു പ്രവൃത്തിയല്ല. അപ്പൊ ഇപ്പോഴും അതൊക്കെ നടക്കുന്നുണ്ട്. അവർക്ക് അതിലൊന്നും ഒരു സുരക്ഷ ഉണ്ടാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അവിടെയൊക്കെ ലേഡി എന്താ പറയാ സെക്യൂരിറ്റീസ് ഒരുപാടുണ്ട് ഹോസ്പിറ്റലില്. അപ്പൊ അവരൊക്കെ ലാബ് റൂമിലാണ് നിയമിക്കേണ്ടത്, അല്ലാതെ പുറത്ത് മറ്റുള്ളവരെ ആണുങ്ങളെ ഇടയിലല്ല നിയമിക്കേണ്ട ആവശ്യമുള്ളത്. അപ്പൊ അതൊക്കെ ഒന്ന് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പം ഈ ICUലൊക്കെ കിടക്കുകയും ചെയ്യുന്ന പലരും ഒരു അബോധാവസ്ഥയിലൊക്കെ ആയിരിക്കും. ഇപ്പം നിങ്ങളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയായിരുന്നു? നിങ്ങളൊരു ബോധമുണ്ടായിരുന്ന അവസ്ഥയിലായിരുന്നില്ല ആ സമയത്ത്? എനിക്ക് ബോധം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ കയ്യോ കാലോ ചലിക്കാൻ പറ്റിയിട്ടില്ല. കാണുന്നതും ഒക്കെ അറിയുന്നുണ്ട്. മറ്റുള്ളവരെല്ലാവരും അബോധാവസ്ഥയിലാണ്. അപ്പൊ ആ ഒരു അവസ്ഥയിലാണ് അയാൾ എന്നെ ഉപദ്രവിച്ചിട്ടുള്ളത്.
അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ അതൊക്കെ എനിക്ക് പുറം ലോകത്തെ അറിയിക്കാൻ കഴിഞ്ഞത് തന്നെ എനിക്ക് ബോധമുള്ളത് കൊണ്ടാണ്. അപ്പം അത്തരം പരാതി എന്നിട്ട് പോലും അതിലൊരു നടപടി എടുക്കുകയോ അയാൾക്ക് ഇതുവരെ അയാൾക്കെതിരെ ഒരു സസ്പെൻഷൻ എന്നല്ലാതെ വേറെ അയാളെ ജോലിയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിട്ടില്ലല്ലോ. അയാളിപ്പോഴും മെഡിക്കൽ കോളേജിൽ വരുന്നു, അയാൾക്ക് ശമ്പളം കിട്ടുന്നു ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിൽ ഇപ്പോഴും നരകിച്ച് ജീവിക്കുന്നത് ഞങ്ങളെ പോലെയുള്ള ഇരകൾ തന്നെയാണ്. അയാള് ആ സമയത്തും ഉണ്ടായിരുന്നല്ലേ ഈ കേസിന്റെ നടപടിക്രമങ്ങൾ നടക്കുമ്പോഴും മെഡിക്കൽ കോളേജ് സ്ഥിരമായി വന്നു പോവുകയൊക്കെ ഇല്ലായിരുന്നു? അയാളുടെ കൂടെയുള്ള ജോലിക്കാരൊക്കെ സംരക്ഷിക്കുകയായിരുന്നു? തീർച്ചയായിട്ടും അയാൾ ഇപ്പോഴും കഴിഞ്ഞ ഒരു 1.5 മാസം മുന്നേ ഞാൻ അയാളെ നേരിട്ട് കണ്ടിരിക്കുന്നു. പക്ഷെ എനിക്ക് ഒന്നും പ്രതികരിക്കാൻ നമുക്ക് പറ്റാത്തൊരവസ്ഥ തന്നെയാണല്ലോ. അപ്പോൾ അയാളിപ്പോഴും വരുന്നുണ്ടെന്നുള്ളതിന് തെളിവ് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിലെന്താണ് ഇപ്പോൾ സർക്കാർ എന്ത് നടപടി എടുത്തിട്ടുള്ളത്? ഇരകൾക്കെതിരെ നടപടി എടുക്കാന്നല്ലാതെ ഈ പീഡനം നടത്തിയ ഇപ്പോഴും പല സ്ഥലത്തും പീഡനം, കഴിഞ്ഞ ദിവസം പീഡനം നടന്നു, അല്ല അതിനു മുന്നേ ഒരുപാട് പീഡനങ്ങൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ എന്താണ് നമ്മൾ മുൻനിർത്തി അതിൽ കാണാൻ പറ്റുന്നത്? ഒരാൾക്ക് ശിക്ഷ കിട്ടിയിട്ടുണ്ടെങ്കിൽ നീ ചെയ്യാനുള്ള ഒരു പ്രേരണ മറ്റുള്ളവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, ഒരാളിട്ടും ശിക്ഷിക്കണം, എന്നാലേ ഉള്ളൂ ഇതിൽ നമുക്ക് സ്ത്രീകൾക്കൊരു സുരക്ഷ ഉണ്ടാവുള്ളൂ. ഡോക്ടർ പ്രീതി ഒരു പരിശോധന നടത്താതെയാണ് പരിശോധന നടത്തിയെന്ന് അറിയിച്ചത്. അപ്പം ഈ ബ്ലഡ് സാമ്പിളൊക്കെ കണ്ടതുപോലും നിങ്ങളുടെ സ്വകാര്യ കാര്യങ്ങൾ എന്നുള്ള രീതിയിലാണ് ഇതിനെ രേഖപ്പെടുത്തിയിരുന്നത്. അതാണ് ഈ കേസിനെ ഏറ്റവും നിർണായകമായി ബാധിക്കുന്നത്. അത് അവര് ഗ്ലൗസ് ഉപയോഗിച്ചിരുന്നു. അപ്പൊ ഗ്ലൗസ് ഉപയോഗിച്ചപ്പം ഗ്ലൗസിൽ ബ്ലഡ് കണ്ടപ്പം അവര് പറഞ്ഞു സ്ത്രീകളല്ലേ പീരീഡ്സ്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പീരീഡ്സ് അല്ല എന്ന് എനിക്കറിയാലോ. അപ്പം പിന്നെ അവര് പറഞ്ഞ മുറിവുകളൊക്കെ കണ്ടപ്പം അവര് എന്നെ ഒരു ആക്ഷേപിക്കുന്ന, അല്ലെങ്കിൽ എന്താ പറയാ, എന്റെ ഒരു മാനം കെടുത്തുന്ന രീതിയിലാണ് അവര് പറഞ്ഞത്. ഹസ്ബൻഡിന്റെ കൂടെ ഒരാഴ്ച മുന്നേ അവിടെ അഡ്മിറ്റായ ഞാൻ എങ്ങനെ ഹസ്ബൻഡിന്റെ കൂടെ അവിടെ, അത് ഏതൊരാൾക്കും ചിന്തിച്ചിടും. പിന്നെ ഹസ്ബൻഡ് വെച്ചാൽ ഞാൻ ഇന്നലെ കല്യാണം കഴിഞ്ഞതോ അല്ലല്ലോ, 10-17 വർഷമായി ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പം ഇതുവരെ ഉപദ്രവിക്കാതെ പെട്ടെന്ന് ഉപദ്രവം, അവരുടെ നഖങ്ങൾ പറ്റുക, അതൊക്കെ ഒരു എന്താ പറയാ, നമ്മളെ ആക്ഷേപിക്കുന്ന അല്ലെങ്കിൽ അത്രയും മാനം കെടുത്തിയ ഒരു രീതിയാണ്. അപ്പൊ അതൊന്നും ഒരിക്കലും ക്ഷമിക്കാൻ പറ്റുന്നതോ ഒരു സ്ത്രീക്കും സഹിക്കാൻ പറ്റുന്നതോ അല്ല. അപ്പൊ അതിനെതിരൊക്കെ വിശദമായിട്ട് ഞാൻ ആരോഗ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഒക്കെ പരാതി കൊടുത്തതാണ്. പക്ഷെ അതിലൊന്നും ഒരു നടപടിയും ഇല്ല. പിന്നെയും ഞങ്ങളെ ആക്ഷേപിക്കാനായിട്ടാണ് ഈ അതിജീവിതകൾ എന്ന് പറഞ്ഞ് മുന്നിലേക്ക് വരുന്നത് തന്നെ ഞങ്ങളെ ആക്ഷേപിക്കാനായിട്ടാണ്. ഈ ആരോഗ്യമന്ത്രി ഒരു വനിതയാണ്, അതുകൊണ്ട് കുറച്ച് പ്രതീക്ഷ കൂടിയായിരിക്കും അല്ലേ ആദ്യഘട്ടത്തിൽ ഇതിനൊരു തീരുമാനത്തിലേക്ക് എത്തും, അങ്ങനൊരു ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും അവര് അതിൽ ചാനൽ അവതാരികയായ സമയത്ത് ഞങ്ങൾക്കൊക്കെ ഒരു സ്ത്രീകൾക്കൊക്കെ പൊതുവെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇവരൊക്കെ ഞങ്ങളൊരു സ്ഥാനത്തിലേക്ക് എത്തുമ്പോൾ വളരെയധികം ഞങ്ങൾക്കൊക്കെ സ്ത്രീകൾക്ക് സപ്പോർട്ട് ഉണ്ടാവും. അങ്ങനെയായിരുന്നു അവരുടെ ഒരു പ്രവർത്തനങ്ങളൊക്കെ അങ്ങനെയായിരുന്നു, അത്തരം സംസാരങ്ങളും. പക്ഷെ ഇങ്ങോട്ട് എത്തിയ സമയത്ത് അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിൽ എത്തിയ സമയത്ത് അവരൊന്നും ചെയ്യുന്നില്ല. സ്ത്രീകൾക്കായിട്ട് ഒരു പ്രവൃത്തിയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ ഒരു നടപടി എത്രയും പെട്ടെന്നുണ്ടാവുമായിരുന്നു. ഇത് 2 വർഷമായി, ഈ മാർച്ച് വന്നാൽ 2 വർഷമായി. അപ്പൊ ഇത്രയും 2 വർഷം ഞാൻ ഇതിന്റെ പുറകെ നടന്നിട്ടും ഞാൻ പല സ്ഥലത്തുനിന്നും അപമാനിക്കപ്പെട്ടു എന്നല്ലാതെ ഇതിലൊരു നീതി എനിക്ക് ലഭിച്ചിട്ടില്ല. ഈ നിയമസഹായവുമായി ഒപ്പമുള്ള പൊതുപ്രവർത്തകൻ നൌഷാദും കൂടെ ഉണ്ട്. ചില നിർദ്ദേശങ്ങൾ കൂടി മനുഷ്യാവകാശ കമ്മീഷൻ നൽകുന്നുണ്ട്. ഈ വനിതകളുടെ മുറിയിലുമായി ബന്ധപ്പെട്ടും ഈ ഡോക്ടർമാർ ഇത്തരമൊരു ലൈംഗിക പീഡനങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ വരുമ്പോഴൊക്കെ ചെയ്യുന്നത്. അതിലെ മനുഷ്യാവകാശ കമ്മീഷൻ പോലീസിംഗ് ഡിവൈഎസ്പിയുടെ കണ്ടെത്തൽ എന്താന്ന് വെച്ചാൽ, ഇവിടെ ഈ ഇത്രയും ഗുരുതരമായ ഒരു സംഭവം മെഡിക്കൽ കോളേജിൽ നടന്നിട്ട് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അത് ഗൌരവത്തിലെടുത്തില്ല, അവർക്ക് വീഴ്ച പറ്റി എന്നുള്ളതും, അതുപോലെ തന്നെ ഒരു പരിചയവുമില്ലാത്ത ഇത്തരം കേസുകൾ നോക്കാൻ ഒരു പരിചയവുമില്ലാത്ത ഒരാളെ ഇത് അന്വേഷിക്കാനും ഇവരുടെ മൊഴി എടുക്കാനും വിട്ടു എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനനുകൂലമായിട്ട് അത് കമ്മീഷൻ കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം ഒരുപാട് നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. സ്ത്രീകളുടെ വാർഡില് സ്ത്രീകളെ ബൈസ്റ്റാൻഡറെ ഇതിന്റെ കൂടെ നിർത്താനുള്ള സാഹചര്യം ഒരുക്കണമെന്നും, ഇത്തരത്തിലുള്ള പരിശോധന നടത്തുന്ന സമയത്ത് ഇവരുടെ ബന്ധുക്കളെ അരികിൽ നിർത്തണമെന്നും, അതുപോലെ തന്നെ ആരാണോ പരിശോധന നടത്തുന്നത് കൂടെയുള്ള ആളുകൾ ആരൊക്കെയാണ് എന്നുള്ളത് രജിസ്റ്ററിൽ നോട്ട് ചെയ്യണം എന്നൊക്കെയാണ് ഇപ്പോൾ നിർദ്ദേശം വച്ചിട്ടുള്ളത്. ഇതിലൊരു വിഷയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഡോക്ടർ KV പ്രീതി ഗൈനക്കോളജിസ്റ്റിനെ രക്ഷിക്കാൻ വേണ്ടി ഗവൺമെന്റ് തലത്തിലും അതല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് തലത്തിലും ഉന്നത തലത്തിലുള്ള ആളുകൾ കളിക്കുകയാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അവരുടെ കൂടെ ഫാത്തിമ ബാനു എന്ന് പറയുന്ന ഒരു ഡോക്ടർ ഉണ്ട് എന്നാ പറയുന്നത്. പക്ഷെ അവരെ ഒരാളും ഇതുവരെ കണ്ടിട്ടില്ല.
അവരെ ആരും കണ്ടിട്ടില്ല. ഈ പറയുന്ന ഡോക്ടർമാരല്ലാതെ മറ്റുള്ള ആളുകൾക്കൊന്നും ഇവരെപ്പറ്റി അറിയുകയില്ല. കാരണം ഈ അതിജീവിതരുടെ ബന്ധുക്കളുണ്ടായിരുന്നു, നഴ്സുമാരുണ്ടായിരുന്നു, മറ്റുള്ള പല ആളുകളും ഉണ്ടായിരുന്നു. പക്ഷെ അവരൊന്നും ഈ ഫാത്തിമ ബാനുവിനെ പ്രീതി പരിശോധിക്കുന്ന സമയത്ത് കണ്ടിട്ടില്ല. അപ്പൊ അവരെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ്. സത്യത്തിൽ അതിജീവിത പറഞ്ഞത് വളരെ ക്ലിയറാണ് എന്നുള്ളത് 2 അന്വേഷണ റിപ്പോർട്ടിലും തെളിഞ്ഞിരിക്കുകയാണ്. സർക്കാർ സംവിധാനങ്ങൾ എത്രയും പെട്ടെന്ന് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഞങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ 2 റിപ്പോർട്ടുകളും വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വീണ്ടും പരാതി നൽകും. ഈ അതിജീവിതകൾക്ക് നീതി ലഭിക്കുന്നില്ല എന്ന പരാതിയാണ് ഈ മെഡിക്കൽ കോളേജ് ICU അതിജീവന കേസിൽ അത്തരമൊരു പീഡനത്തിനിരയായ യുവതിക്കും നൽകാനുള്ളത്. വർഷങ്ങളായി അല്ലെങ്കിൽ 2 വർഷമായി കേസ് ഇഴഞ്ഞു നീങ്ങുകയാണ്. മനുഷ്യാവകാശ കമ്മീഷന്റെയും പോലീസിന്റെയും ഭാഗത്തു നിന്നുമൊക്കെ ഇരയ്ക്ക് അനുകൂലമായ വിധിയുണ്ടായെങ്കിലും മറ്റ് നടപടിക്രമങ്ങൾക്ക് ഒരു ഗതിവേഗം ഇല്ല എന്ന് തന്നെയാണ് അതിജീവിത പരാതി പറയുന്നത്. MS അനീഷ് കുമാറാണ് വിശദമായി അതിജീവിതയുമായി സംസാരിച്ചത്. ഈ കേസിൽ അവരുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം 2 വർഷം പിന്നിടുകയാണ്. ഇങ്ങനെ ഒരു റിപ്പോർട്ട് കൂടി വന്ന സ്ഥിതിക്ക് ഇനി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്ത് നടപടി ഉണ്ടാകും എന്നതാണ് അറിയേണ്ടത്. മറ്റൊരു